ഒരുപാട് സ്നേഹത്തോടെ മിനീസ് കിച്ചണിലേക്ക് ഹാർദമായ സ്വാഗതം. വെയ്റ്റ് ലോസിനും ഹെൽത്തി ആഹാര രീതി ഫോളോ ചെയ്യുന്നവർക്കും വളരെ പ്രയോജനപ്പെടുന്ന 6 റാഗി വിഭവങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടണിലെ ആൾ എന്ന ഓപ്ഷൻ കൂടി ഇനേബിൾ ചെയ്യണേ. എന്നാലേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ തുടർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുടനെ ലഭിക്കുകയുള്ളൂ. ആരോഗ്യ ഗുണങ്ങൾ ഒത്തിണങ്ങിയ ഒന്നാണ് റാഗി. പഞ്ഞപ്പുല്ല്, മുത്താറി എന്നീ പേരുകളിലെല്ലാം അറിയപ്പെടുന്ന ഇത് പോഷകഗുണങ്ങൾ ഉള്ളതിനാൽ തന്നെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന ഭക്ഷണം കൂടിയാണ്. ആരോഗ്യ ഗുണം മാത്രമല്ല, പല അസുഖങ്ങൾക്കും ഇത് പരിഹാരമാണ്. പ്രത്യേകിച്ചും പ്രമേഹം പോലുള്ള രോഗങ്ങളെങ്കിൽ 0 കൊളസ്ട്രോൾ അടങ്ങിയ റാഗി തടി കുറയാനും ഏറെ നല്ലതാണ്. നാം കുട്ടികൾക്കായി നൽകുന്ന ഒന്നാണ് പൊതുവെ റാഗി. റാഗി കുറുക്കിയതും മറ്റും കുട്ടികൾക്ക് ആരോഗ്യപരമായ ഗുണങ്ങൾ ഏറെ നൽകുന്ന ഒന്നാണ്. കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവർക്കും റാഗി ഏറെ ആരോഗ്യകരമാണ്. റാഗി ധാന്യത്തിൻ്റെ ഏറ്റവും നല്ല ഗുണം ഇത് ഗ്ലൂട്ടൻ രഹിതമാണ് എന്നതാണ്. 1 കപ്പ് റാഗിപ്പൊടിയിൽ 16 ഗ്രാം നാരുകൾ അഥവാ ഫൈബർ അടങ്ങിയിട്ടുണ്ട്. ആരോഗ്യകരവും മികച്ചതുമായ ദഹന വ്യവസ്ഥയ്ക്കായി റാഗിയെ ദൈനംദിന ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുക. ഇതിൻ്റെ പതിവ് ഉപയോഗം ഉത്കണ്ഠ, വിഷാദം, ഉറക്കമില്ലായ്മ എന്നിവയുമായി പോരാടാൻ നിങ്ങളെ സഹായിക്കും. റാഗി ധാന്യത്തിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഫ്രീ റാഡിക്കലുകളെയും മറ്റ് അണുബാധകളെയും ചെറുക്കാൻ ശരീരത്തെ സഹായിക്കുന്നു. ഓക്സിഡേഷൻ തടയുന്നതിലൂടെ ഇത് പരോക്ഷമായി ക്യാൻസറിനുള്ള സാധ്യതയും കുറയ്ക്കുന്നു. റാഗിയിൽ ഇരുമ്പ് സമ്പുഷ്ടമായ അളവിൽ നിറഞ്ഞിരിക്കുന്നു. വിളർച്ചയുള്ളവരാണെങ്കിൽ റാഗി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഈ ധാന്യത്തിൻ്റെ മുളപ്പിച്ച പതിപ്പിൽ കൂടുതൽ വിറ്റാമിൻ സി ഉള്ളതിനാൽ കൂടുതൽ ഗുണം ചെയ്യും. ഇത്രയും ഗുണങ്ങൾ നിറഞ്ഞ റാഗി കൊണ്ട് സ്വാദൂറും വിവിധ തരത്തിലുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാം. ഇന്നത്തെ വീഡിയോയിൽ 6 റെസിപ്പികളും അതിന് കോംബോവായി ചട്നികളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം നമ്മൾക്ക് റാഗി കൊണ്ട് അരിപ്പൊടിയൊന്നും ചേർക്കാതെ നല്ല ടേസ്റ്റി സോഫ്റ്റ് ഇടിയപ്പം ഉണ്ടാക്കാം. ഇതിന് കടയിൽ നിന്ന് മേടിക്കുന്ന റാഗി മാവാണ് എടുക്കുന്നത്. ആദ്യം റാഗി മാവ് വറുത്തെടുക്കാം. ഇതിന് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാനിൽ 2 കപ്പ് റാഗിപ്പൊടി ഇട്ട് സിമ്മിൽ വറുക്കുക. കൂടുതൽ വറുക്കേണ്ട, 1 മിനിറ്റ് വറുത്താൽ മതി. റാഗി മാവ് വറുക്കുമ്പോൾ നല്ല മണം വരും. ഈ സ്റ്റേജിൽ മാവ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുക. മാവ് അതേ പാനിൽ തന്നെ വെച്ചാൽ മാവ് കരിയാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇത് നമ്മൾക്ക് തണുക്കാൻ വയ്ക്കാം. മാവ് ഒന്ന് പരത്തി വെച്ചാൽ പെട്ടെന്ന് തണുക്കുന്നതായിരിക്കും. മാവ് തണുക്കുന്ന സമയം കൊണ്ട് നമ്മൾക്ക് മാവ് കുഴയ്ക്കാനുള്ള വെള്ളം തിളപ്പിച്ചെടുക്കാം. ഇതിന് ഗ്യാസ് കത്തിച്ച് ഒരു പാത്രത്തിൽ 2 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കുക. 1 സ്പൂൺ ഉപ്പ് കൂടി വെള്ളത്തിൽ ചേർക്കുക. മാവ് സോഫ്റ്റായി കുഴച്ചെടുക്കാൻ 1 സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. നെയ്യിന് പകരം എണ്ണ ചേർത്താലും മതി. വെള്ളം തിളയ്ക്കുന്ന സമയം നമ്മൾക്ക് ഇടിയപ്പം പിഴിയാനുള്ള അച്ചെടുത്ത് വയ്ക്കാം. സേവനാഴി പല ടൈപ്പുണ്ട്. സ്റ്റീല്, മരം, അലുമിനിയം, പ്ലാസ്റ്റിക്, പിച്ചള തുടങ്ങി വിവിധ തരത്തിൽ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സേവ പിഴിയാനുള്ള അച്ചിലിടുന്ന ചില്ലിലുള്ള ദോരങ്ങളുടെ വലിപ്പം പല രീതിയിലുണ്ട്. നൈസായിട്ടുള്ള ദോരങ്ങളുള്ള ചില്ലിട്ടാൽ നൈസായി ഇടിയപ്പം പിഴിയാൻ കിട്ടും. കുറച്ച് വണ്ണത്തിലുള്ള ഇടിയപ്പത്തിന് വലിയ ദോരങ്ങളുള്ളത് തിരഞ്ഞെടുക്കാം. ഞാൻ മീഡിയം സൈസിലുള്ള അച്ചാണ് ഉപയോഗിക്കുന്നത്. സേവനാഴിയിൽ നെയ്യോ എണ്ണയോ പുരട്ടി കൊടുക്കുന്നത് നല്ലതാണ്. ഈസിയായി ഇടിയപ്പം പിഴിയാൻ ഇത് സഹായിക്കും. ഇപ്പോൾ നമ്മൾ നെയ്യെല്ലാം പുരട്ടി വെച്ച് കഴിഞ്ഞു. നമ്മൾ തിളപ്പിക്കാൻ വെച്ച വെള്ളവും ഈ സമയം കൊണ്ട് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി വെള്ളം കുറേശ്ശെയായി നമ്മൾ വറുത്ത് വെച്ച റാഗി മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ല ചൂടുള്ള കാരണം തവി കൊണ്ട് ഇളക്കി കൊടുക്കുക. ഇത് നമ്മൾക്ക് ചൂടോടെ കുഴയ്ക്കാൻ കഴിയില്ല. കുറച്ചൊന്ന് ആറുന്നത് വരെ നമ്മൾക്ക് കാത്തിരിക്കാം. നമ്മൾ സാധാരണ ഇടിയപ്പത്തിന് കുഴയ്ക്കുന്ന സെയിം രീതിയിൽ തന്നെയാണ് റാഗി ഇടിയപ്പത്തിനും ചെയ്യുന്നത്. നമ്മളിത് ഉണ്ടാക്കുന്നത് ഒന്നിനോടൊന്ന് കണക്ട് ചെയ്യുന്ന രീതിയിലാണ് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് ടൈം ഒട്ടും വേസ്റ്റ് ആവില്ല. ഇനി ഇത് തട്ടിപ്പൊത്തി 2 മിനിറ്റ് അടച്ചു വയ്ക്കുക. മാവ് തണുക്കാനെടുക്കുന്ന സമയം കൊണ്ട് നമ്മൾക്ക് ഗ്യാസ് കത്തിച്ച് ഒരു ഇഡ്ഡലി പാത്രത്തിൽ 1/4 ഭാഗം വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ വയ്ക്കാം. ഇഡ്ഡലി പാത്രം മൂടി വെച്ച് വെള്ളം തിളപ്പിക്കുക. പാത്രം അടച്ചു വെച്ചാൽ വെള്ളം പെട്ടെന്ന് തിളച്ചു വരും. വെള്ളം തിളയ്ക്കുന്ന സമയം നമ്മൾക്ക് ഇഡ്ഡലി പാത്രത്തിൽ എണ്ണയോ നെയ്യോ പുരട്ടി വയ്ക്കാം. ഇതുപോലെ ഇടിയപ്പ സ്റ്റാൻഡ് മേടിക്കാൻ കിട്ടും. അതിലുള്ള പ്ലേറ്റിലും എണ്ണ പുരട്ടി വയ്ക്കാം. ഇതെല്ലാം ചെയ്തു കഴിയുമ്പോഴേക്കും നമ്മുടെ മാവ് 2 മിനിറ്റ് അടച്ചു വെച്ചതിലെ മാവ് ഒരുവിധം ചൂടാറിയിരിക്കും. ലേശം ചൂടോടുകൂടി തന്നെ കുഴയ്ക്കുക. വെള്ളത്തിൻ്റെ അളവ് പോരാ എന്നുണ്ടെങ്കിൽ പച്ചവെള്ളത്തിന് പകരം ചുടുവെള്ളം ലേശം തളിച്ച് കുഴയ്ക്കുക. നല്ല സോഫ്റ്റായി കുഴയ്ക്കണം.
എന്നാലേ മാവ് ഈസിയായി പിഴിയാൻ കഴിയുകയുള്ളൂ. മാവ് സിലിണ്ടറിക്കൽ ഷേപ്പിൽ ഉരുട്ടി വയ്ക്കാം. കുഴച്ചു വെച്ച മാവ് തുറന്നു വെച്ചാൽ പെട്ടെന്ന് തന്നെ ഡ്രൈ ആവും. അതുകൊണ്ട് മാവ് അടച്ചു വയ്ക്കുക. ഇനി സേവനാഴിയിലേക്ക് ഈ മാവിട്ട് ഫില്ല് ചെയ്യുക. ഇനി സേവനാഴി മുറുകെ അടയ്ക്കുക. നമ്മൾ നെയ്യ് പുരട്ടിയ ഇഡ്ഡലി തട്ടിൽ ഓരോ കുഴിയിലും കുറച്ച് തേങ്ങയിട്ട് കൊടുക്കാം. ഇനി ഓരോ കുഴിയിലും സേവ പിഴിയുക. മാവ് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് വളരെ ഈസിയായി കൈ വേദനിക്കാതെ സേവ പിഴിയാൻ കഴിയും. അതുപോലെ സേവനാഴി സ്റ്റാൻഡിലെ തട്ടിലും തേങ്ങയിട്ട ശേഷം സേവ പിഴിഞ്ഞെടുക്കാം. വെള്ളം നല്ലപോലെ തിളച്ച ശേഷം ഇനി ഇത് ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ചു കൊടുക്കാം. ഇനി ഇത് 15 മിനിറ്റ് ആവി കയറ്റിയെടുക്കുക. 15 മിനിറ്റ് ശേഷം നല്ലപോലെ വെന്ത ഇടിയപ്പം വാങ്ങി വെച്ച് അതേ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കിയ ശേഷം അടുത്ത ട്രിപ്പ് കൂടി വെച്ചു കൊടുക്കാം. സേവ സ്റ്റാൻഡിലാണ് ഇടിയപ്പം വേവിക്കാൻ വെക്കുന്നത്. ഇനി ഇതും 15 മിനിറ്റ് വേവിക്കുക. ഇനി നമ്മൾക്ക് ഇടിയപ്പത്തിന് സൈഡ് ഡിഷായി തേങ്ങാ ചട്നി ഉണ്ടാക്കാം. ഇതിന് മിക്സി ജാറിൽ 3 പച്ചമുളക്, 1 തുണ്ട് ഇഞ്ചി, 5 ചെറിയ ഉള്ളി, 1/4 സ്പൂൺ ഉപ്പ്, 1 പിടി തേങ്ങ, 1 പിടി പൊരികടല, 1/4 കപ്പ് വെള്ളം എന്നിവ ചേർത്ത് അരച്ചെടുക്കുക. അരച്ചെടുത്ത ചട്നി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. മിക്സി ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അരസി ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ചട്നിയിലേക്ക് കടുക് താളിച്ചത് ചേർത്ത് കൊടുക്കാം. കുറച്ച് തിക്കായിട്ടുള്ള ടേസ്റ്റി ചട്നി തയ്യാർ. ഇപ്പോൾ നമ്മുടെ ഇടിയപ്പവും ചട്നിയും തയ്യാറായി. ഇനി ഇത് നമ്മൾക്ക് സെർവ് ചെയ്യാം. ഒരു വാഴയിലയിൽ ഓരോ ഇടിയപ്പവും എടുത്തു വയ്ക്കാം. ഇതിന് സൈഡ് ഡിഷായി ചട്നി വെച്ചിട്ടുണ്ട്. കൂടാതെ പാല് വെച്ചിട്ടുണ്ട്. ശർക്കരയും പഞ്ചസാരയും കൂടി വെച്ചിട്ടുണ്ട്. ഇടിയപ്പത്തിൽ പാലൊഴിച്ച് പഞ്ചസാര വിതറി കഴിക്കാം. അല്ലെങ്കിൽ തേങ്ങാപ്പാലൊഴിച്ച് ശർക്കര തൂവി കഴിക്കാം. ഇനി നോൺ വെജ് കറി, മുട്ടക്കറി, മീൻ കറി എന്നിങ്ങനെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഏത് സൈഡ് ഡിഷും ഇതിന് ഉപയോഗിക്കാം. റാഗി കൊണ്ട് ഇത്രയും ടേസ്റ്റിയായ ഇടിയപ്പം ആർക്കും വളരെ ഈസിയായി ഉണ്ടാക്കാം. ഇതിൻ്റെ പ്രോസസ്സിംഗ് കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടാണെന്ന് തോന്നുമെങ്കിലും വളരെ സിമ്പിളാണ്. നമ്മൾ സാധാരണ ഇടിയപ്പം ഉണ്ടാക്കുന്ന പോലത്തെ ബുദ്ധിമുട്ട് പോലും ഇതിനില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് 15 മിനിറ്റ് കൊണ്ട് ഇതുണ്ടാക്കിയെടുക്കാം. ആരോഗ്യമുള്ള ഭക്ഷണം കഴിക്കുന്നത് വഴി ആരോഗ്യമുള്ള മനസ്സുകൂടി നേടാം. ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കുട്ടികൾക്ക് ശീലിപ്പിച്ചാൽ മാത്രമേ അവർ അത് ആസ്വദിച്ച് കഴിക്കുകയുള്ളൂ. കൂടാതെ അടുത്ത തലമുറയ്ക്ക് ഈ അറിവുകൾ കൈമാറാൻ അവർക്ക് കഴിയുകയുള്ളൂ. ഇത് ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഡിന്നറിനുമൊക്കെ പറ്റിയ ഒരു വിഭവമാണ്. ഇനി നമ്മൾ രണ്ടാമതുണ്ടാക്കുന്നത് റാഗി ഉപ്പുമാവാണ്. ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇത് 2 രീതിയിൽ തയ്യാറാക്കാം. സ്പൈസി രുചി ഇഷ്ടപ്പെടുന്നവർക്ക് ആ രീതിയിലും സ്വീറ്റിൻ്റെ രുചി ഇഷ്ടപ്പെടുന്നവർക്ക് സ്വീറ്റായും ഇതുണ്ടാക്കാം. റാഗി സേമിയ കൊണ്ടാണ് ഇതുണ്ടാക്കുന്നത്. ഇതിന് ഉപ്പുമാവിനുണ്ടാക്കുന്നത് പോലെ തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും ആവശ്യമാണ്. തേങ്ങ, ക്യാരറ്റ്, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, സവാള, ഫ്രഷ് ഗ്രീൻ പീസ് എന്നിവയാണ് ഇതിന് വേണ്ടത്. ഈ റാഗി സേമിയ 1/2 പാക്കറ്റാണ് എടുക്കുന്നത്. സേമിയയിലേക്ക് മുങ്ങിക്കിടക്കത്തക്കവണ്ണം വെള്ളം ഒഴിച്ച് 2 മിനിറ്റ് കുതിർക്കാൻ വയ്ക്കുക. അതിനുശേഷം ഗ്യാസ് കത്തിച്ച് ഒരു ഇഡ്ഡലി പാത്രം വയ്ക്കുക. സ്റ്റീം ചെയ്യാൻ ആവശ്യമായ വെള്ളം ഇഡ്ഡലി പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കണം. വെള്ളം നല്ലപോലെ തിളയ്ക്കണം. 2 മിനിറ്റിന് ശേഷം കുതിർത്ത സേമിയ വെള്ളമില്ലാതെ എടുത്തു വയ്ക്കുക. ഇനി വെള്ളം തിളയ്ക്കുമ്പോൾ ഇഡ്ഡലി തട്ട് വെച്ച് അതിലേക്ക് കുതിർത്ത സേമിയ നിരത്തുക. ഇനി മൂടി വെച്ച് 10 മിനിറ്റ് വേവിക്കുക. വേവിച്ച ശേഷം ഇഡ്ഡലി തട്ടെടുത്ത് പുറത്ത് വെച്ച് തണുക്കാൻ വയ്ക്കുക. ഇനി നമ്മൾക്ക് ഉപ്മാവ് താളിക്കാം. അതിന് ഗ്യാസ് കത്തിച്ച് ഒരു കടായി വയ്ക്കുക. കടായിലേക്ക് 1 സ്പൂൺ എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോൾ 1/2 സ്പൂൺ കടുക്, 1/2 സ്പൂൺ ഉഴുന്നുപരിപ്പ്, 2 സ്പൂൺ നിലക്കടല, 2 സ്പൂൺ പൊരികടല എന്നിവ ചേർക്കുക. കടുക് പൊട്ടി ഉഴുന്നുപരിപ്പ് ചുവന്നു വരുമ്പോൾ 2 പച്ചമുളക് അരിഞ്ഞത്, 1 ക്യാരറ്റ് നുറുക്കിയത്, 1 തണ്ട് കറിവേപ്പില, 1 സവാള പൊടിയായി അരിഞ്ഞത്, 1/4 കപ്പ് ഫ്രഷ് ഗ്രീൻ പീസ് എന്നിവ ചേർക്കുക. 1 സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് വഴറ്റുക. ഉണക്ക ഗ്രീൻ പീസാണ് എടുക്കുന്നതെങ്കിൽ 8 മണിക്കൂർ കുതിർത്തതിന് ശേഷം വേവിച്ച് ചേർക്കുക. നമ്മൾ ചേർത്തത് ഫ്രോസൺ ഗ്രീൻ പീസ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്തുവരും. ഇത് ഒരുപാട് വഴറ്റേണ്ട, വെറും 2 മിനിറ്റ് വഴറ്റിയാൽ മതി. ഇതിലെ പച്ചക്കറികൾ കുറച്ച് ക്രഞ്ചിയായി ഇരിക്കുന്നതാണ് സ്വാദ്. ഇനി ഇതിലേക്ക് വേവിച്ച റാഗി സേമിയ ചേർത്ത് കട്ട ഉടച്ച് വഴറ്റുക. ഇനി ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. അവസാനം ഈ ഉപ്പുമാവിൻ്റെ സ്വാദ് ഒന്നുകൂടി എൻഹാൻസ് ചെയ്യാൻ 1 സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായി മിക്സ് ചെയ്തെടുക്കുക. വളരെ സ്വാദുള്ള ഹെൽത്തി റാഗി ഉപ്പുമാവ് റെഡി. കുറച്ച് മല്ലിയില കൂടി വിതറി അലങ്കരിക്കാം.
ഇത് ബ്രേക്ക്ഫാസ്റ്റിനും 4 മണിക്കും ഡിന്നറിനുമൊക്കെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന നല്ലൊരു വിഭവമാണ്. ഇനി ഈ ഉപ്മാവിൻ്റെ ഒരു സൈഡിൽ പഴം നുറുക്ക് കൂടി വെച്ച് കൊടുക്കാം. ഈ ഉപ്മാവ് പഴം കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ. ഇനി മൂന്നാമതായി നമ്മൾ ഉണ്ടാക്കുന്നത് സ്വീറ്റ് റാഗി ഉപ്മാവാണ്. റാഗി വേവിച്ചതിൽ നിന്ന് കുറച്ചെടുത്താണ് സ്പൈസി റാഗി ഉപ്പുമാവ് തയ്യാറാക്കിയത്. ബാക്കി വേവിച്ച റാഗി സേമിയ കൊണ്ടാണ് സ്വീറ്റ് ഉപ്മാവ് തയ്യാറാക്കുന്നത്. ഇത് 1 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാം. ഒരു പാത്രത്തിൽ വേവിച്ച റാഗി സേമിയ ഇട്ട് കൊടുക്കുക. ഇത് ഒന്നിനോടൊന്ന് വേർപെടുത്തി കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 സ്പൂൺ ശർക്കരപ്പൊടി ചേർക്കുക. ശർക്കരയ്ക്ക് പകരം പഞ്ചസാരയോ കൽക്കണ്ട് പൊടിച്ചതോ ചേർക്കാവുന്നതാണ്. ഇനി 2 നുള്ള് ഏലക്കാപ്പൊടി കൂടി ചേർക്കുക. കുറച്ച് നട്ട്സ് കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഏത് നട്ട്സാണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കുക. ഇനി നട്ട്സ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. അതെല്ലാം അവരവരുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുക. കഴിയുന്നതും ഫ്രഷ് തേങ്ങ ചേർക്കുന്നതാണ് നല്ലത്. ഇനി നമ്മൾക്ക് ഒരു നേന്ത്രപ്പഴം മുറിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിനു മുകളിൽ കുറച്ച് ബദാം നുറുക്കിയത് വെച്ച് അലങ്കരിക്കാം. പഴവും നട്ട്സും റാഗിയും ചേർന്നൊരു കോംബോ അതൊരു അടാറ് രുചി തന്നെയാണ്. കുട്ടികൾക്ക് ഇങ്ങനെയുള്ള വിഭവങ്ങൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കി കൊടുത്തു നോക്കൂ. എല്ലാ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടാവും. ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയണേ. ഇനി നാലാമതായി നമ്മൾ ഉണ്ടാക്കുന്നത് ഇൻസ്റ്റൻറ്റ് റാഗി റവ ദോശയാണ്. ഇതിന് ഒരു പാത്രത്തിലേക്ക് റാഗി മാവ് 1 കപ്പ് ഇട്ട് കൊടുക്കുക. ഇനി റാഗി മാവിൻ്റെ പകുതി, അതായത് 1/2 കപ്പ് അരിമാവ് ചേർക്കുക. അതുപോലെ 1/2 കപ്പ് റവ കൂടി ചേർക്കുക. അപ്പം, ഇടിയപ്പം എന്നിവയ്ക്ക് ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ് ഇതിനെടുക്കേണ്ടത്. റവ വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും ചേർക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2 പച്ചമുളക് അരിഞ്ഞത്, 1 ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, 5 കറിവേപ്പില, 1 സവാള ചെറുതായി അരിഞ്ഞത്, കുറച്ച് മല്ലിയില, 1 തുണ്ട് ഇഞ്ചി ചെറുതായി അരിഞ്ഞത് എന്നിവയാണ്. ഇനി ഇവയെല്ലാം മാവിലേക്ക് ചേർക്കുക. ഇനി എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കുക. 1 സ്പൂൺ ഉപ്പ് കൂടി ചേർക്കുക. ഇത് കൈകൊണ്ട് നന്നായി തിരുമ്മി യോജിപ്പിക്കുക. ഇനി 2 കപ്പ് വെള്ളം ചേർക്കുക. 2 സ്പൂൺ തൈര് കൂടി ചേർത്ത് യോജിപ്പിക്കുക. ഇത് അടച്ച് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അരമണിക്കൂറിന് ശേഷം 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഒന്നുകൂടി ലൂസാക്കുക. റവദോശയ്ക്കുള്ള മാവിൻ്റെ പാകമാണ് ഇതിന് വേണ്ടത്. കുറച്ച് ലൂസായിരിക്കണം മാവ്. ഇനി റാഗി റവദോശ ചുട്ടെടുക്കാം. ഇതിന് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാൻ നല്ലപോലെ ചൂടായി വരണം. ദോശക്കല്ല് ചൂടാവുമ്പോൾ കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കാം. ചൂടായ ദോശക്കല്ലിലേക്ക് മാവ് ഇങ്ങനെ ചുറ്റിച്ച് ഒഴിക്കുക. മുകളിലും കുറച്ച് നെയ്യോ എണ്ണയോ പുരട്ടി കൊടുക്കാം. ഇനി ഇത് തുറന്നു വെച്ച് വേവിക്കുക. 1.5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച ശേഷം മറിച്ചിടുക. ആ സൈഡും 1.5 മിനിറ്റ് വേവിക്കുക. ഇനി ഇത് മടക്കി പ്ലേറ്റിലേക്ക് മാറ്റാം. ഇങ്ങനെ എല്ലാ ദോശയും ചുട്ടെടുക്കുക. ഈ റാഗി ദോശ സാമ്പാർ, സ്പൈസി ചമ്മന്തി എന്നിവയുടെ കൂടെ സെർവ് ചെയ്യാം. തികച്ചും വ്യത്യസ്ത രുചിയിലൊരു റാഗി ദോശ തയ്യാർ. ഇഡ്ഡലി, ദോശ എന്നിവയ്ക്ക് മാവില്ലാത്ത സമയത്ത് ഈ ദോശ ഉണ്ടാക്കി കൊടുത്തു നോക്കൂ. ഉണ്ടാക്കാനും എളുപ്പം, സ്വാദും സൂപ്പർ. റാഗി മാവ് വെച്ച് ഇങ്ങനെ റാഗി റവ ദോശ ഉണ്ടാക്കി നോക്കുമല്ലോ. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായില്ലേ? റാഗി ദോശയ്ക്ക് കോംബോവായി സ്പെഷ്യൽ ഉള്ളി ചമ്മന്തി തയ്യാറാക്കാം. ഇതിനാവശ്യമായ സാധനങ്ങൾ കറിവേപ്പില, ചെറിയ ഉള്ളി, മുളകുപൊടി എന്നിവയാണ്. ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാനിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടാവുമ്പോൾ ചെറിയ ഉള്ളി 1 കപ്പ് ചേർത്ത് കൊടുക്കുക. വഴറ്റാനുള്ള സൗകര്യത്തിന് മുറിച്ചാണ് ഞാൻ ചേർക്കുന്നത്. സവാള ലൈറ്റ് ബ്രൗൺ നിറമാകുമ്പോൾ 1 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പില കൂടിയിട്ട് വഴറ്റുക. മുളക് പൊടി ചേർക്കുമ്പോൾ ഗ്യാസ് സിമ്മിൽ വെക്കണം, അല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോകും. ആറിയ ശേഷം മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. 1 സ്പൂൺ ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് അരയ്ക്കുക. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി 2 സ്പൂൺ പച്ച വെളിച്ചെണ്ണ ചേർക്കുക. ഈ ചമ്മന്തിയിൽ താളിച്ചത് ചേർത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ആവാം. നല്ല ചൊടിയുള്ള ഉള്ളിച്ചമ്മന്തി തയ്യാർ. ഈ ചമ്മന്തി ബജ്ജി, ബോണ്ട, ദോശ, ഇഡ്ഡലി എന്നിവയ്ക്കെല്ലാം നല്ലൊരു കോംബോവാണ്. ഇനി നമ്മൾക്ക് റാഗി റവ ദോശ ഈ ചമ്മന്തിക്കും സാമ്പാറിനുമൊപ്പം സെർവ് ചെയ്യാം. ഇനി അടുത്തതായി റാഗി കൊണ്ട് ഹെൽത്തി കുറുക്കും സ്മൂത്തിയും തയ്യാറാക്കാം. മുഴു റാഗി കൊണ്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. റാഗി കൊണ്ട് ഫ്രഷ് അരച്ച് തയ്യാറാക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുന്നത്. എളുപ്പത്തിന് റാഗിപ്പൊടിയിലും ഇതുണ്ടാക്കാം.
റാഗി 1 കപ്പ് എടുത്ത് ഒരു പാത്രത്തിലേക്കിട്ട് നല്ലപോലെ കഴുകി വെള്ളമൊഴിച്ച് 8 മണിക്കൂർ വയ്ക്കുക. 1 മണിക്കൂർ കുതിർത്തും ഇതുണ്ടാക്കാം. റാഗിയിലുള്ള നൂറ് കൂടുതൽ കിട്ടണമെങ്കിൽ നല്ലപോലെ റാഗി കുതിർന്നിരിക്കണം. ഈ 1 കപ്പ് റാഗിയിൽ നിന്നുമാണ് നമ്മൾ കുറുക്കും സ്മൂത്തിയും തയ്യാറാക്കുന്നത്. സ്മൂത്തി ഉണ്ടാക്കാൻ 12 അണ്ടിപ്പരിപ്പും 8 ബദാമും 4 തേനീച്ചമ്പഴം അതായത് ഡേറ്റ്സും 1 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർക്കാൻ വയ്ക്കുക. നമ്മൾ ചേർത്ത ഈ നട്ട്സ് തന്നെ ചേർക്കണമെന്നില്ല, നിങ്ങൾക്കിഷ്ടമുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഇതേ അളവിൽ തന്നെ ചേർക്കണമെന്നില്ല, അതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. 8 മണിക്കൂറിന് ശേഷം റാഗി മിക്സി ജാറിലേക്കിട്ട് കുറച്ച് വെള്ളവും ഒഴിച്ച് നല്ലപോലെ അരച്ചെടുക്കുക. ഇനി അരച്ചെടുത്ത റാഗി അരിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നല്ലപോലെ ഇളക്കി അരിച്ചെടുക്കുക. ഇനി ഇത് ഒന്നുകൂടി നൈസ് അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ലിറ്റർ പാല് കൂടി ഒഴിച്ചു കൊടുക്കാം. മധുരത്തിന് പഞ്ചസാരയോ ശർക്കരയോ കൽക്കണ്ടോ ചേർക്കാം. ഞാൻ കൽക്കണ്ടാണ് ചേർക്കുന്നത്. കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ ശർക്കരയോ പനങ്കൽക്കണ്ടോ ബ്രൗൺ ഷുഗറോ കൽക്കണ്ടോ ആണ് നല്ലത്. 2 വലിയ തുണ്ട് കൽക്കണ്ടമാണ് ചേർക്കുന്നത്. ഇനി ഗ്യാസ് കത്തിച്ച് പാത്രം അടുപ്പിൽ വയ്ക്കുക. കുറച്ച് കട്ടിയുള്ള പാത്രത്തിൽ ഇത് പാചകം ചെയ്യുക. റാഗി അടിപ്പിടിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഗ്യാസ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൈവിടാതെ ഇളക്കി കുറുക്കുക. റാഗി പെട്ടെന്ന് തന്നെ കുറുകി വരും. മാക്സിമം 5 മിനിറ്റ് മതി റാഗി കുറുക്കിയെടുക്കാൻ. നിങ്ങളിത് അടിപ്പിടിക്കാത്ത നോൺ സ്റ്റിക്ക് പാത്രമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ച് കുറുക്കാം. ഇപ്പോൾ നമ്മുടെ റാഗി കുറച്ച് തിക്കായി പായസത്തിൻ്റെ കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. ഇനി ഇത് വാങ്ങി ഒരു പാത്രത്തിലേക്ക് മാറ്റി ചൂടോടെയോ അല്ലെങ്കിൽ തണുപ്പിച്ചോ ഇത് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി റാഗി കുറുക്ക് ഒരിക്കലുണ്ടാക്കിയാൽ നിങ്ങളിത് ഇടയ്ക്കിടെ ഉണ്ടാക്കും. അത്രയും സ്വാദാണ് ഇതിന്. ഇപ്പോൾ നമ്മൾ തയ്യാറാക്കിയ റാഗി കുറുക്ക് പകുതി എടുത്ത് നല്ലപോലെ തണുക്കാൻ വയ്ക്കുക. ഇത് സ്മൂത്തി ഉണ്ടാക്കാനാണ്. ആറിയ ശേഷം മാത്രമേ സ്മൂത്തിക്ക് ഉപയോഗിക്കാവൂ. നല്ലപോലെ തണുത്ത ശേഷം നമുക്ക് റാഗി സ്മൂത്തി തയ്യാറാക്കാം. മിക്സി ജാറിൽ കുതിർത്ത അണ്ടിപ്പരിപ്പും ബദാമും ഡേറ്റ്സും ചേർക്കുക. കുരുവുള്ള ഡേറ്റ്സ് ആണെങ്കിൽ കുരു മാറ്റുക. ഇനി ഇതിലേക്ക് പഴുത്ത 2 റോബസ്റ്റ പഴം നുറുക്കി ചേർക്കുക. പാലൊഴിക്കാതെ വേണമെങ്കിലും റാഗി കുറുക്ക് തയ്യാറാക്കാം. അതിനുശേഷം നല്ലപോലെ തണുത്ത റാഗി കുറുക്ക് കൂടി 1 ഗ്ലാസ് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായി അടിച്ചെടുക്കുക. നമ്മൾ ചേർത്ത നട്ട്സ് നല്ലപോലെ അരഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നട്ട്സ് ഇടയ്ക്ക് കടിക്കാൻ കിട്ടുന്നത് ഒന്നുകൂടി സ്മൂത്തി സ്വാദുള്ളതാക്കും. ഇനി ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് സെർവ് ചെയ്യാം. അലങ്കാരത്തിന് നട്ട്സോ ഡേറ്റ്സോ മുറിച്ച് വേണമെങ്കിൽ ചേർക്കാം. സൂപ്പർ ടേസ്റ്റിലുള്ള റാഗി സ്മൂത്തി 1 ഗ്ലാസ് കുടിച്ചാൽ മനസ്സും വയറും ഒരുപോലെ നിറയും. തിരക്ക് പിടിച്ച ജീവിതയാത്രയിൽ ഇടയ്ക്കെല്ലാം ഇങ്ങനെയുള്ള ഹെൽത്തി റെസിപ്പികൾ ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതാണ്. ദിവസത്തിൽ 1 നേരം ഇങ്ങനെയുള്ള ഭക്ഷണം കഴിച്ചാൽ ആരോഗ്യവും കൂടാതെ പണവും മിച്ചം. ഇന്നത്തെ സ്പെഷ്യൽ ഹെൽത്തി വിഭവങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇനിയും റാഗി കൊണ്ട് ഒരുപാട് റെസിപ്പിയുടെ വീഡിയോകൾ നമ്മുടെ ചാനലിൽ ഉൾക്കൊള്ളിക്കുന്നതാണ്. നല്ല ജീവിതശൈലിയിലേക്കും ആഹാര രീതിയിലേക്കും മാറുന്നത് വഴി നല്ലൊരു തലമുറയെ നമ്മൾക്ക് വാർത്തെടുക്കാൻ കഴിയും. നമ്മൾ ഉണ്ടാക്കിയ ഇന്നത്തെ വിഭവങ്ങളെല്ലാം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ബിഗിനേഴ്സിന് പോലും ധൈര്യമായി ഉണ്ടാക്കാം. എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടാണ് പറഞ്ഞു തന്നത് എന്നാണ് വിശ്വാസം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീണ്ടും മറ്റൊരു നല്ല വിഭവവുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.